കോഴിക്കോട് തിരുവമ്പാടിയിൽ KSCB ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി അജ്മൽ ജാമ്യാപേക്ഷ കോടതി തള്ളി. താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ നിരസിച്ചത്. ഉദ്യോഗസ്ഥരെ അജ്മൽ മർദ്ദിച്ചത് പ്രഥമദൃഷ്ട്യാ വ്യക്തമെന്ന് കോടതി. KSCB ഓഫീസിൽ വരുത്തിയ നാശനഷ്ടം ഗൗരവതരമെന്നും കോടതി കണ്ടെത്തി. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, എന്തായാലും ഈ KSCB ഓഫീസിൽ കയറി അതിക്രമം കാണിച്ച അജ്മൽ എന്ന പ്രതിക്ക് ജാമ്യം നൽകാനുള്ള അപേക്ഷ കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. എന്തെല്ലാമാണ് കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങൾ? വിനോദ്, താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇപ്പോൾ KSCB ഓഫീസ്, തിരുവമ്പാടിയിലെ KSCB ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. അതായത് ഈ KSCB ഓഫീസിൽ, അതായത് ഒരു പൊതുസ്ഥാപനത്തിൽ വരുത്തിയ നാശനഷ്ടങ്ങൾ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് കോടതി പറയുന്നത്. പ്രത്യേകിച്ച് സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇത്തരത്തിൽ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. പ്രതി യൂത്ത് കോൺഗ്രസ് നേതാവാണ്. നമ്മളറിയാം, നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. KSCBയുടെ നടപടികളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രത്യേകിച്ച് ഈ ആക്രമണത്തിന് ശേഷം KSCB ഇദ്ദേഹത്തിന്റെ വീട്ടിലെ കറണ്ട് കണക്ഷൻ കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലെ കറണ്ട് കണക്ഷൻ മാതാപിതാക്കളുടെ പേരിലായിരുന്നു. എന്നിട്ട് തുടർന്നുണ്ടായ KSCB നടപടിയിൽ ശക്തമായിട്ടുള്ള പൊതുവികാരം ഉയർന്നിരുന്നു. തുടർന്ന് KSCB തന്നെ അത്തരത്തിൽ കറണ്ട് കണക്ഷൻ വീണ്ടും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തായാലും അതിനുശേഷം ഈ കേസിലെ പ്രതികളെ റിമാൻഡിൽ ചെയ്തിരുന്നു. തുടർന്ന് ഇവരുടെ ജാമ്യാപേക്ഷയിലാണ് ഇപ്പോൾ കോടതി ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. ഇവർ ചെയ്ത കുറ്റം എന്തായാലും അതീവ ഗൗരവതരമായിട്ടുള്ള കുറ്റമാണ്. സർക്കാർ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ഇപ്പോൾ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. തീർച്ചയായും തിരുവമ്പാടി KSCB ഓഫീസ് ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട പ്രതികളുടെ ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി അത് നിരസിക്കുകയാണ് ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.